ഹലോ ഗൈസ്, വെൽക്കം ടു വീക്ക്ലി അനാലിസിസ് വീഡിയോ. നമ്മൾ എല്ലാ വീക്കിലും മാർക്കറ്റിൽ കഴിഞ്ഞ ആഴ്ച സംഭവിച്ച കാര്യങ്ങളെ കുറിച്ചും അതുപോലെ നെക്സ്റ്റ് വീക്കിലേക്ക് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്യാമെന്നതിനെ കുറിച്ചുള്ള വിശദമായിട്ടുള്ള അനാലിസിസ് വീഡിയോ ചെയ്യാറുണ്ട്. അതിന്റെ തുടർച്ചയായിട്ടുള്ള വീഡിയോ ആണിത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് മാർക്കറ്റിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും. സോ അതുകൊണ്ട് തന്നെ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ നമുക്കറിയാം, കഴിഞ്ഞ വീക്ക് നോക്കുകയാണെങ്കിൽ അതിൽ അധിക ദിവസവും, അതായത് ഒരു 3 ദിവസവും ഒരു സെല്ലിംഗ് കണ്ടിന്യൂവേഷൻ ആയിരുന്നു. അതായത് മാർക്കറ്റ് ഓൾറെഡി ഒരു 24,700 എന്നുള്ള ലെവലിൽ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം കണ്ടിന്യൂസ് ആയിട്ട് താഴേക്ക് വന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. സോ ഈ ഒരു വീക്കിൽ 3 ദിവസവും മാർക്കറ്റ് കണ്ടിന്യൂസ് ആയിട്ട് താഴേക്ക് വന്ന് ഈ ഒരു 24,000 എന്നുള്ള മേജർ ലെവലിൽ നിന്ന് മാർക്കറ്റ് റിവേഴ്സ് ആവുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റിയത്. സോ 24,000 എന്നുള്ള ലെവലിൽ മാർക്കറ്റ് ടച്ച് ചെയ്തില്ല. അതിന്റെ തൊട്ട് മുകളിൽ തന്നെയുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ആ ഗ്യാപ്പ് ഒക്കെ ഫില്ല് ചെയ്തിട്ടാണ് മാർക്കറ്റ് റിവേഴ്സ് ആയിട്ട് ലാസ്റ്റ് 2 ദിവസം മാർക്കറ്റ് ഒരു പുൾ ബാക്ക് തന്നു. പുൾ ബാക്ക് എന്ന് വെച്ചാൽ വലിയൊരു സ്ട്രെങ്ത് ഒന്നും കാണാൻ പറ്റിയിട്ടില്ല. മാർക്കറ്റ് ഒരു ഗ്യാപ്പ് ഒക്കെ ഓപ്പൺ ആയിട്ട് ആ ഒരു ലെവലിൽ കൺസോളിഡേറ്റ് ചെയ്യായിരുന്നു കഴിഞ്ഞ 2 ദിവസം ഈ ഒരു വീക്കിന്റെ. സോ നോക്കുകയാണെങ്കിൽ നമുക്ക് വീക്കിലി ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ ഒരു ഹാമർ ക്യാൻഡിലാണ് കാണാൻ പറ്റുന്നത്. അതായത് മാർക്കറ്റിൽ ഈ ഒരു ട്രെൻഡ് ലൈൻ വരയ്ക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഈ ഒരു ലെവലിൽ നിന്ന് ഇങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ആ ട്രെൻഡ് ലൈനിൽ ഒരു സപ്പോർട്ട് എടുത്തു, എന്നിട്ട് മാർക്കറ്റ് റിവേഴ്സ് ആവുന്നതായിട്ടാണ് കാണുന്നത്. സോ വീക്കിലി ക്യാൻഡിലിന്റെ ഒരു സ്ട്രക്ചർ ഒക്കെ കാണുമ്പോൾ മാർക്കറ്റ് ഇനിയൊരു ബുള്ളിഷിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് കാണാൻ പറ്റും. കാരണം ഈ ഒരു ട്രെൻഡ് ലൈനിലൊക്കെ ടച്ച് ചെയ്തിട്ട് മാർക്കറ്റ് റിവേഴ്സ് ആയിട്ടുണ്ട്. ഫസ്റ്റ് 26,000 വരെ പോയി, വീണ്ടും ആ ലെവലിലേക്ക് വന്നു, ബുള്ളിഷ് ആയിട്ട് വീണ്ടും ആ ഒരു ലെവലിലേക്ക് വീണ്ടും വന്ന് റിവേഴ്സ് ആവുന്ന ഒരു പാറ്റേൺ ആണ് കാണാൻ പറ്റുന്നത്. സോ മാർക്കറ്റ് നല്ല രീതിയിൽ മുകളിലേക്ക് പോകാനുള്ള ഒരു സാധ്യത നമ്മുടെ വീക്കിലി ക്യാൻഡിൽ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതേസമയം നമ്മൾ ഡെയിലി ക്യാൻഡിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ പ്രശ്നം എന്ന് വെച്ചാൽ മാർക്കറ്റ് ഒരു ബൈയിങ്ങിന് ശേഷം മാർക്കറ്റ് റീട്രേസ് എടുത്തു. റീട്രേസ്മെന്റ് നോക്കുകയാണെങ്കിൽ നമ്മളുടെ ഒരു ഫെബ് ലെവൽ വരയ്ക്കുകയാണെങ്കിൽ ഇപ്പൊ മാർക്കറ്റ് എക്സാക്ട്ലി 61.80 എന്നുള്ള ലെവലിൽ നിന്ന് മാർക്കറ്റ് സപ്പോർട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് റിക്കവറി ആവാൻ സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ ഇവിടെ റിക്കവറിക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രോങ് കൺഫർമേഷൻ ക്യാൻഡിൽ ഇല്ല. അതാണ് പ്രശ്നം. കാരണം മാർക്കറ്റിൽ ഈ ക്യാൻഡിലൊക്കെ നോക്കുകയാണെങ്കിൽ എല്ലാ ക്യാൻഡിലും വീക്കാണ്. ഒരു സ്ട്രോങ് ഗ്രീൻ ക്യാൻഡിൽ കിട്ടിയായിരുന്നെങ്കിൽ നമുക്കൊരു കൺഫർമേഷൻ ആയിട്ട് എടുക്കാമായിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു ക്യാൻഡിൽ നമുക്ക് കാണാൻ പറ്റുന്നില്ല. സോ അതാണ് ഡെയിലി ക്യാൻഡിലുള്ള ഏറ്റവും പ്രശ്നം എന്ന് പറയുന്നത്. എനിവേ നമുക്ക് ഒരു മേജർ ആയിട്ട് 24,000 താഴെ ഇനി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ബിയറിഷ് ആവാനുള്ള സാധ്യതയുണ്ട്. സോ ഇമ്മീഡിയറ്റ്ലി നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ 24,200 എന്നുള്ള ലെവലും കൂടി കൺസിഡർ ചെയ്യാം. അതിന്റെ താഴെ വരികയാണെങ്കിലും മാർക്കറ്റിൽ ഒരു വീക്ക്നെസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സോ വീക്ക്നെസ് റേഞ്ച് എന്ന് പറയുന്നത് 24,200 എന്നുള്ള ലെവൽ ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് വീക്ക്നെസ് ആയിട്ട് കൺഫർമേഷൻ ആവും, അല്ലെങ്കിൽ വീക്കാണെന്ന് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റും. കാരണം നമുക്കറിയാം, ഈ ഒരു ബുള്ളിഷിന് ശേഷം ഒരു റീട്രേസ്മെന്റ് തന്നതിന് ശേഷം മാർക്കറ്റ് കണ്ടിന്യൂഷൻ ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. മാർക്കറ്റ് വീണ്ടും താഴേക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും വീക്ക്നെസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇനി നമുക്കൊരു ബുള്ളിഷ് വ്യൂ ഉണ്ടാവണമെങ്കിൽ ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഈ ഒരു 24,260 മുകളിൽ മാർക്കറ്റ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും കുറച്ചും കൂടെ നമുക്ക് ബുള്ളിഷ് വ്യൂ ആയിട്ട് മാറും. കാരണം ഈ ഒരു 24,200 എന്നുള്ളത് ഈ ഒരു കൺസോളിഡേഷൻ റേഞ്ചിന്റെ ഒരു ലെവലാണ്. ഇവിടെ പല പ്രാവശ്യം മാർക്കറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് എടുത്തിട്ട് മാർക്കറ്റ് റിവേഴ്സ് ആയിട്ടുള്ള ഒരു ലെവലാണ്. സോ 24,200 എന്നുള്ള ലെവലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലെവലാണ്. ഇനി നമ്മൾ ഇത് കൂടാതെ നോക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, നമുക്കറിയാം കഴിഞ്ഞ വീക്കിൽ US-ഉം ഇറാന്റെയും കാര്യത്തിൽ വലിയ ഡെവലപ്മെന്റ് ഒന്നും ഉണ്ടായിട്ടില്ല. US ആണെങ്കിൽ പറയുന്നത് അവരുടെ ഏറ്റവും വലിയൊരു സാങ്ഷൻ, അതായത് ടഫസ്റ്റ് സാങ്ഷൻ ഇറാന്റെ മേൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അത് അവര് ഉണ്ടാവും എന്നുള്ളതാണ് US-ന്റെ ഭാഗത്തു നിന്ന് വരുന്നത്. അതേസമയം നാളെ പാകിസ്ഥാന്റെ ആർമി ചീഫ് ഇറാൻ വിസിറ്റ് ചെയ്യുന്നുണ്ട്. സോ അവിടെ എന്തെങ്കിലും തരത്തിലൊരു ചർച്ചകൾ നടക്കുകയാണെങ്കിൽ അത് മേ ബി പോസിറ്റീവ് ആവും. പക്ഷെ ഇപ്പം ക്രൂഡിന്റെ പ്രൈസ് 95 തന്നെയാണുള്ളത്. അത് മാർക്കറ്റിനെ സംബന്ധിച്ച് ഒരു നെഗറ്റീവ് ആണ്. പിന്നെയുള്ള അടുത്ത വീക്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്
നമുക്കറിയാം ജാക്സൺ ഹോൾ സിമ്പോസിയം എന്നുള്ള അമേരിക്കയിലെ ഫെഡറൽ റിസർവ് ബാങ്ക് ഓഫ് കാൻസാൻ സിറ്റി നടത്തുന്ന എല്ലാ വർഷവും നടത്തുന്ന ഒരു വാർഷിക സാമ്പത്തിക സമ്മേളനമാണ്. സോ അതിൽ നമ്മുടെ ഫെഡ് റിസർവ് ചെയർമാൻ സംസാരിക്കാറുണ്ട്. അപ്പൊ ഭാവിയിൽ പലിശ നിരക്കുകളൊക്കെ ഉയർത്താനോ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് അദ്ദേഹം സംസാരിക്കുമ്പോൾ അതും മാർക്കറ്റിനെ ഇമ്പാക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൂടാതെ US ബോണ്ട് ഈൽഡ് ലാസ്റ്റ് വീക്കിൽ കഴിഞ്ഞ വീക്കിൽ 2007 ശേഷം ഉണ്ടായിട്ടുള്ള ഏറ്റവും ഉയർന്ന നിരക്കിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം US ബോണ്ട് ഈൽഡ് വർദ്ധിക്കുമ്പോൾ ഇക്വിറ്റി നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിനെ അത് ഇമ്പാക്ട് ചെയ്യും. കാരണം ബോണ്ട് എന്ന് പറയുന്നത് ആളുകൾക്ക് ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ്. സോ അത്രയും സേഫ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റിൽ നല്ലൊരു ഇൻട്രസ്റ്റ് കിട്ടുകയാണെങ്കിൽ ആളുകൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് പൈസ വിഡ്രോ ചെയ്ത് ബോണ്ടിന് ഇൻവെസ്റ്റ് ചെയ്യും. കാരണം സ്റ്റോക്ക് മാർക്കറ്റ് അത്ര സേഫ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് അല്ല, എപ്പോഴും മാർക്കറ്റിൽ വീഴ്ചകൾ ഉണ്ടാവും. പക്ഷെ ബോണ്ട് എന്ന് പറയുന്നത് സേഫസ്റ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ അതൊരു നെഗറ്റീവ് ആണ്. പക്ഷെ അതിന് US ഗവൺമെന്റ് തന്നെ ആ ഒരു ബോണ്ട് വർദ്ധിച്ചതിനെതിരെ ചില നടപടികൾ എടുത്തിരുന്നു. അവർ ബൈബാക്ക് ചെയ്തിരുന്നു. ഈ ഒരു കുറെ ഡോളർ കണക്കിനുള്ള പൈസക്ക് അവർ ഈ ഒരു ബോണ്ട് അവർ തന്നെ വാങ്ങി. സോ അത് ബോണ്ടിന്റെ റേറ്റ് കുറക്കാനുള്ള ഒരു കാരണമായിട്ടുണ്ട്. സോ അതിനുശേഷമാണ് ശരിക്കും ഗോൾഡിലൊക്കെ നല്ലൊരു സ്ട്രോങ് അപ്സൈഡ് മൂവ്മെന്റ് ഉണ്ടായത്. സോ എനിവേ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം മാർക്കറ്റ് ഒരു ബുള്ളിഷ് ചെറിയ സൂചനകൾ നമുക്ക് കാണുന്നുണ്ട് നിഫ്റ്റിയിൽ. പക്ഷെ ഒരു സ്ട്രോങ് കൺഫർമേഷൻ ഇല്ല. സ്ട്രോങ് കൺഫർമേഷൻ ക്യാൻഡിൽ വരികയാണെങ്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം മാർക്കറ്റ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ മേജർ ആയിട്ട് നമുക്ക് വരാനുള്ള അടുത്ത ലെവൽ ഈ ഒരു ലെവലാണ് 24,520 എന്നുള്ള ലെവലായിരിക്കും അടുത്തത്. അത് കഴിഞ്ഞാൽ 24,600 വരെ പോവാനുള്ള ഒരു പോസിബിലിറ്റി ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അതിന് ആദ്യം തന്നെ ഈ ഒരു ലെവൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യണം. ഈ ഒരു ലെവൽ എന്ന് പറയുന്നത് 24,400 മുകളിലേക്ക് മാർക്കറ്റിന് വന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു കാര്യം എക്സ്പെക്ട് ചെയ്യാൻ പറ്റൂ. അതല്ലെങ്കിൽ മാർക്കറ്റ് റിവേഴ്സ് ആവുകയാണെങ്കിൽ വീണ്ടും വലിയൊരു സെല്ലിംഗ് തന്നെയായിരിക്കും മാർക്കറ്റിൽ ഉണ്ടാവാൻ സാധ്യതയുള്ളത്. സോ ഇനി നമുക്ക് നോക്കുകയാണെങ്കിൽ 5 മിനിറ്റ് ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഒരു വലിയ ഗ്യാപ്പ് അപ്പ് ആണ് കഴിഞ്ഞ വ്യാഴാഴ്ച ഉണ്ടായത്. സോ അതിനുശേഷം മാർക്കറ്റ് എന്താണ്, ഇവിടെയും ഒരു ട്രെൻഡ് ലൈനിന്റെ അനുസരിച്ച് തന്നെയാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. പാറ്റേൺ നോക്കുകയാണെങ്കിൽ ചെറിയൊരു ബുള്ളിഷ് ഉണ്ട്, പക്ഷെ വലിയ മൂവ്മെന്റ് ഒന്നും കാണുന്നില്ല. വീക്ക് തന്നെയാണ് കാണാൻ പറ്റുന്നത്. സോ നമ്മളിവിടെ 24,200 താഴെ വന്നാൽ വിയർച്ച് ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. നാളെ ഓപ്പൺ ചെയ്തിട്ട് ഇതിന്റെ താഴെ വരികയാണെങ്കിൽ മാർക്കറ്റ് സെല്ലിംഗിലേക്ക് പോകും. അതേസമയം നമ്മൾ പറഞ്ഞ 24,260 മുകളിൽ വരികയാണെങ്കിൽ നമുക്ക് നാളത്തെ മാർക്കറ്റിൽ ഒരു ബൈയിങ് ട്രെൻഡ് ഉണ്ടാവാനുള്ള സാധ്യതയും എക്സ്പെക്ട് ചെയ്യാം. സോ ഇതാണ് നമ്മൾ ഈ നാളത്തെ ഒരു എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത്. അതേസമയം നമ്മൾ ഗോൾഡ് നോക്കുകയാണെങ്കിൽ ഗോൾഡ് ഈ ഒരു മന്ത് നോക്കുകയാണെങ്കിൽ ഓഗസ്റ്റ് മാസം ഏറ്റവും കഴിഞ്ഞ കുറെ നാളത്തെ അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു മാർച്ച് മുതൽ തുടങ്ങിയ സെല്ലിംഗ് ആണ്. മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ വരെ സെല്ലിംഗ് ആയിരുന്നു. ജൂലൈയിൽ നമുക്കൊരു കൺസോളിഡേഷൻ ആണ് കാണാൻ പറ്റിയത്. ഓഗസ്റ്റിൽ നല്ലൊരു ബുള്ളിഷ് കാണാൻ പറ്റി. അതായത് 13% ഗോൾഡ് കയറിയിട്ടുള്ളത്. സോ ഗോൾഡിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഗോൾഡിൽ ഇപ്പം ഒരു സ്ട്രോങ് ബുള്ളിഷ് ആണ്, പക്ഷെ ഒരു റീട്രേസ്മെന്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. കാരണം മാർക്കറ്റ് വലിയ റീട്രേസ്മെന്റ് ഒന്നും തന്നിട്ടില്ല. നെക്സ്റ്റ് മാർക്കറ്റ് റീട്രേസ് ചെയ്തതിന് ശേഷം മേ ബി മാർക്കറ്റ് 4,800 ലെവലായിരിക്കും പോവാനുള്ള സാധ്യതയുള്ളത്. സോ ഗോൾഡിന്റെ കാര്യത്തിൽ ബുള്ളിഷ് ആണ്. ഗോൾഡ് കണ്ടിന്യൂ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്, പക്ഷെ ഒരു റീട്രേസ്മെന്റ് എക്സ്പെക്ട് ചെയ്യാം. മാർക്കറ്റ് മേ ബി ഈ ഒരു ലെവലിലേക്കൊക്കെ വീണ്ടും വരാനുള്ള സാധ്യത നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതായത് 4,500 എന്നുള്ള ലെവലിന്റെ താഴേക്ക് വന്നിട്ട് മാർക്കറ്റ് റിവേഴ്സ് ആവുകയാണെങ്കിൽ നല്ലൊരു ബൈയിങ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. സോ അതാണ് ഗോൾഡിൽ നമ്മുടെ ഒരു വ്യൂ എന്ന് പറയുന്നത്. ഒരു റീട്രേസ്മെന്റിന് ശേഷം മാർക്കറ്റ് കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതായത് നമ്മുടെ ഫെബ് ലെവൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു 50% ഒക്കെ വരികയാണെങ്കിൽ ഈ ഒരു ലെവലിലേക്ക് 4,500 എന്നുള്ള ലെവലിലേക്ക് വരും. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ബൈയിങ് നമുക്ക് കണ്ടിന്യൂഷൻ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. സോ ഇതാണ് നമ്മുടെ വീക്കിലിയിൽ നമ്മുടെ ഈ ഒരു ഗോൾഡും നിഫ്റ്റിയിലും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങൾ. എനിവേ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.